പി.വി. അൻവറിനെ സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് നിലമ്പൂർ ആയിഷ. MLA-യോട് സ്നേഹമുണ്ട്, പാർട്ടിയോട് അതിലേറെയും. താൻ മുഖ്യമന്ത്രിക്കെതിരായെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നിലമ്പൂർ ആയിഷ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. വിപിൻ സി വിജയൻ മലപ്പുറത്തും ചേർന്നു. വിപിൻ, അൻവറിനോടൊപ്പമാണ്, അതേസമയം പാർട്ടിയോടൊപ്പം കൂടിയാണ് എന്നാണോ പറയുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ആയിഷ പി.വി. അൻവറിനെ സന്ദർശിക്കാൻ എത്തിയത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായിരുന്നു. പി.വി. അൻവർ ഇന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആയിഷയുടെ സന്ദർശനം ഉണ്ടായത്. അതിൽ അവർ പറയുകയും ചെയ്തിരുന്നു, ഈ ഒരു നിലയിൽ എത്തിയതിൽ വലിയ രീതിയിലുള്ള സങ്കടമുണ്ട്. കാരണം നല്ലൊരു MLA ആയിരുന്നു, വലിയ രീതിയിലുള്ള സ്നേഹമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുഴിയിൽ വീണത് എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള സങ്കടമുണ്ട് എന്നൊക്കെ നിലമ്പൂർ ആയിഷ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ ആണ് അവർ ഒരു മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു തിരുത്തു വരുത്തുന്നത് ഇപ്പോഴാണ്. അൻവറിന്റെ വീടിന്റെ മുൻപിലൂടെ പോയപ്പോൾ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞത് പ്രകാരമാണ് ഉമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി കയറിയത്. സത്യത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓർമ്മയിലില്ലായിരുന്നു. അവിടുന്ന് എന്തൊക്കെയോ ആണ് സംസാരിച്ചത്. MLA-യോടും പാർട്ടിയോടും സ്നേഹമുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് പിന്നീടാണ് ഈ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരാണ് താൻ എന്നുള്ള രീതിക്കൊക്കെ വാർത്ത വരുന്നു എന്നുള്ളത് അറിഞ്ഞത്. അതുകൊണ്ട് അത് ശരിയല്ല, അങ്ങനെ ഒരു നിമിഷം ഉണ്ടായതിൽ ഖേദിക്കുന്നു എന്നുള്ളതും പറയുന്നു. അത് കൂടാതെ തന്നെ മരിക്കുവോളം ഈ പാർട്ടിയിൽ തന്നെ ആയിരിക്കും, പട്ടിണി കടന്ന് നാടകം കളിച്ചു വളർത്തിയ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ബന്ധം മുറിച്ചു കാറ്റാൻ കഴിയില്ല എന്നും ലാൽസലാം എന്നുമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിലമ്പൂർ ആയിഷ കുറിച്ചിരിക്കുന്നത്. പാർട്ടിക്കൊപ്പമാണ് എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ പി.വി. അൻവറിനെ ഇന്ന് കണ്ടത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അതിൽ ഖേദിക്കുന്നു എന്ന് കൂടി നിലമ്പൂർ ആയിഷ പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അൻവറിനെ കണ്ടത് ആകസ്മികമായാണ്, പാർട്ടിക്കൊപ്പം തന്നെയാണ് നിലമ്പൂർ ആയിഷ എന്നാണ് നിലമ്പൂർ ആയിഷ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നത്.